എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് കോട്ടയം സ്റ്റൈൽ ഫിഷ് കറിയാണ്. എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇവിടെ ഇലക്ട്രിക് സ്റ്റൗ ആയതുകൊണ്ട് മൺചട്ടി വയ്ക്കാൻ പറ്റുകയില്ല, അതുകൊണ്ടാണ് പാൻ ഉപയോഗിക്കുന്നത്. മീൻകറി എപ്പോഴും മൺചട്ടിയിൽ വെക്കുന്നതാണ് കൂടുതൽ സ്വാദ്. എണ്ണ ചൂടാകുമ്പോൾ അതിൽ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഇതിൽ പകുതി ഉലുവ മുഴുവനായിട്ടും ബാക്കി ഉലുവ പൊടിയായിട്ട് നമുക്ക് അവസാനം ചേർക്കാവുന്നതാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചേർക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കാം. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 5 എണ്ണം ചേർത്ത്, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 8-9 ഒക്കെ നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ച് നന്നായിട്ട് വഴറ്റി ഏകദേശം ഒരു ബ്രൗൺ കളർ വരെ ആക്കുന്നതാണ് ഇഷ്ടം. അപ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ടും തോന്നുന്നത്. നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാക്കി മസാലകൾ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ്. ആ മുളക് പൊടിയിൽ 1.5 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. അത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ചാലിച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ടാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ അത് കരിഞ്ഞു പോകാതെ ഇരിക്കും. എന്നിട്ട് ആ മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. കൂടെ നമുക്ക് കുതിർത്ത് വെച്ചേക്കുന്ന 3 അല്ലി കുടംപുളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. മീൻ മുങ്ങിക്കിടക്കേണ്ട അത്രയുമാണ് വെള്ളമാണ് ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് ഇത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മീൻകറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമുക്ക് ചേർക്കാൻ പറ്റുന്നത്. നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചേർക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന വറ്റ മീനാണ്. ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് അടുത്തുണ്ട്. നമുക്ക് ഓരോന്നായി ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം കൂടി ഇത് വേവിക്കാനായിട്ട് വെക്കുക. അപ്പോൾ അതിൻ്റെ ചാറൊക്കെ കുറുകി നല്ല കൊഴുപ്പോടുകൂടിയുള്ള മീൻകറിയായി റെഡിയായി. ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറാവുന്നതാണ്. ചില ആൾക്കാർ എണ്ണ ഒഴിക്കാറുണ്ട്, ഞാൻ എണ്ണ ഒഴിക്കാറില്ല. അപ്പോൾ ഇത്രയുള്ള അടിപൊളി കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.